എല്ലാവർക്കും നമസ്കാരം. ഐസ്റ്റാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാരുടെ മാർച്ച് 2026 നമ്മളിന്ന് പറയുന്നത്. ഒത്തിരി പേരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ പ്രാവശ്യം നമ്മൾ അവസാനത്തെ നക്ഷത്രം മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. റീഡിങ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ നോക്കാവുന്നതാണ്. അപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് മാർച്ച് 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ace of Wands, 10 of Cups, Knight of Wands, World card, 6 of Cups and 4 of Pentacles energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. ആദ്യം തന്നെ ഏസ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചിട്ട് എന്താണ് ഇനി മുന്നോട്ടേക്ക്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. പൊതുവേ ഒരു ക്ഷമാശീലരായിരിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ ക്ഷമാശീലരെന്ന് പറയുമ്പോൾ പൊതുവേ ഒരു പേഷ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കൂടാതെ മറ്റുള്ളവരോട്, ഇപ്പോൾ നിങ്ങളോട് തെറ്റ് ചെയ്ത ആളുകളോട് ക്ഷമിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട്. പൊതുവെ മനസ്സിൽ ആരോടെങ്കിലുമൊക്കെ ദേഷ്യം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മറന്ന് അവരെ ഫോർഗീവ് ചെയ്യാനായിട്ട് അവരോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളൊരു വ്യക്തി നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചു എന്ന് വെച്ചാൽ അതിനർത്ഥം ഉടനെ പിന്നെ അവരുടെ അടുത്ത് പഴയ പോലെ അവരുടെ കൂടെ പഴയ രീതിയിൽ സൗഹൃദത്തിലേക്ക് പോകുന്നു എന്നുള്ളതല്ല. ക്ഷമിച്ചു എന്ന് വെച്ചാൽ അതിനർത്ഥം നിങ്ങൾ യുവർ പീസ് വിത്ത് യുവർ പാസ്റ്റ്, അതായത് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ നിങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്തു. കാരണം മാപ്പ് കൊടുക്കാത്തടത്തോളം കാലം അവർ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ ഈർഷ്യയും ദേഷ്യവും വാശിയും ദുഷിപ്പും നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾ ക്ഷമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നു. അതിനർത്ഥം പിന്നീട് ആ വ്യക്തിയോട് സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണമെന്നൊരിക്കലുമല്ല. പല ആളുകളും ക്ഷമിച്ചു എന്നുള്ളതിനെ തെറ്റിദ്ധരിക്കുന്നതെന്ന് വെച്ചാൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആവും എന്നുള്ളതാണ്. ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചെയ്ത ആ ഒരു തെറ്റ് ക്ഷമിച്ചു എന്നുള്ളതാണ്. അതിനർത്ഥം ആ വ്യക്തിയോട് വീണ്ടും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതല്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുന്നുണ്ട്. കാരണം ചില കാര്യങ്ങളിൽ ആളുകൾക്ക് പൊതുവെ ഒരു തെറ്റിദ്ധാരണ, ഇതിങ്ങനെ ഇങ്ങനെ ആയിക്കൊള്ളണം എന്നുള്ളത്. അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിബന്ധനകളും കാര്യങ്ങളും ഉണ്ട്. ക്ഷമയോടുകൂടി നിൽക്കുന്നു എന്നതിനർത്ഥം ആത്മാഭിമാനം പണയം വെച്ചു എന്നുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു രീതിയാവാം. അതേപോലെ തന്നെ 10 of Cups എനർജി കണക്ഷൻസ് ആണ് ഇവിടെ. ഒത്തിരി ക്ഷമയുള്ളൊരു മാസം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഫാമിലിയിൽ സിറ്റുവേഷനിലാണെങ്കിലും അത് ഒത്തിരി ഉപകാരം ചെയ്യുന്നുണ്ട്. കാരണം അപ്പോൾ നിങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരോടും ഒത്തുചേർന്ന് സഹകരിച്ചു പോകുന്നു. വഴക്കും പ്രശ്നങ്ങളും അതുകൊണ്ട് അധികം ഉണ്ടാകുന്നില്ല. പലതും കണ്ടില്ല കേട്ടില്ല എന്നുള്ളത് നടിക്കുന്നു. കാരണം ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലാണ്. കാരണം നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല. ചില കാര്യങ്ങൾ എല്ലാത്തിനും അത് അങ്ങനെയല്ല ഇങ്ങനെ ആണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം അതിനത്രയും പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ വഴക്കും പ്രശ്നങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ഫാമിലിയിൽ പൊതുവേ അല്ലാതെ നല്ലൊരു അന്തരീക്ഷമാണ്. ഇങ്ങോട്ടേക്കും നന്നായിട്ട് സഹകരിച്ചു പോകുന്ന, മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ അതേപോലെ തന്നെ ഒരു വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഒരു ടൈമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പഴയ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ജീവിതം പുതിയതായിട്ട് ഇനി ഭാവിയെക്കുറിച്ച്, ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ളൊരു മാറ്റം കൂടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കാണുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു ബെറ്റർ ഫ്യൂച്ചർ നിങ്ങളെ കാത്തിരിക്കുന്നു. എങ്ങനെ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവാം എന്നുള്ളത് ചിന്തിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ചില സിറ്റുവേഷനിൽ സ്റ്റേ ക്ലിയർ ഓഫ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ, അതായത് ഇമോഷണലി ചില കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പല കാര്യങ്ങളും ധാരണകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കുടുംബത്തോടൊപ്പം സഹകരിച്ച് ഒരുമിച്ച് പോകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്നത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള നിർബന്ധങ്ങളുണ്ടാവും.
അപ്പോൾ മറ്റുള്ളവരുടെ നിർബന്ധങ്ങൾ മാത്രമല്ല, നിങ്ങൾക്കും ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിർബന്ധങ്ങളൊക്കെ ഉണ്ടാവാം. അത് നിങ്ങൾ മറ്റുള്ളവരും പാലിക്കേണ്ടതാണ് എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നൈറ്റ് ഓഫ് വാൻസ് എനർജിയാണ്. നിങ്ങൾക്ക് കുറച്ച് ആത്മവിശ്വാസം കൂടുന്നുണ്ട്. അത് ഫാമിലിയിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും പുറത്ത് വർക്കിലാണെങ്കിലും. ജോലി സംബന്ധമായിട്ട് നിങ്ങൾ പൊതുവേ മറ്റുള്ളവരുടെ വർക്ക് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു ജോലി മാത്രമല്ല, മറ്റുള്ളവരുടെ വർക്ക് കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നു. ധൃതി പിടിച്ചിട്ട് പോകുന്നില്ല. എന്ത് സിറ്റുവേഷൻ ആയാലും ഓക്കെ എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയായത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റബിൾ അല്ല. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജോലിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ജോലി, അതായത് നിങ്ങളുടെ ജോലി അല്ലാതെ, പക്ഷെ ഇത്രയും കാലങ്ങളായിട്ട് നിങ്ങളത് ചെയ്തു വരുന്നു. അപ്പോൾ ആളുകൾ അത് നിങ്ങളുടെ ജോലി ആണെന്നങ്ങ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ ഇത് എൻ്റെ ജോലി അല്ല എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അത് വ്യക്തമായിട്ട് നിങ്ങളുടെ കോൺട്രാക്റ്റിൽ നിങ്ങളുടെ ജോലി എന്താണോ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവാം. ഇതുവരെ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇനിയും ചെയ്തുകൂടെ എന്നുള്ള ഇതിലേക്കുള്ള ചിന്തകളും ചോദ്യങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. കോൺഫിഡൻസ് കൂടുന്നുണ്ട് ജോലിയിലും കുടുംബത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒത്തിരി നല്ല സമയമാണ്. സ്റ്റേജ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ആർട്സ്, സ്പോർട്സ് പോലുള്ള കാര്യങ്ങൾ കൂടാതെ വിദ്യാഭ്യാസപരമായിട്ടൊരു സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നതും അതിനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തതാവാം. അപ്പം അതിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതും ആവാം. ഒരു പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ആവാം. അതേപോലെ വേൾഡ് കാർഡാണ്. യാത്രകളും ഈ ഒരു മാസത്തിൽ ഒത്തിരി ഉണ്ടാവുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകളാണ്, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെയുള്ള യാത്രകളും. ജീവിതത്തിൽ എങ്ങനെയൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നിങ്ങൾ ചിന്തിച്ചു ആ രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതും ഒത്തിരി നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ വേൾഡ് കാർഡ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിലൊരു ബാലൻസ് നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് എന്നുള്ളതാണ്. ലൈഫ് ഏത് രീതിയിലൊക്കെ മുന്നോട്ടേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. പല കാര്യങ്ങളും മറഞ്ഞിരുന്ന ചില രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് വരികയാണ് എന്നുള്ളത് കൂടിയിട്ട് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക, സത്യങ്ങൾ പുറത്തേക്ക് വരുന്നതിലൂടെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ, ഫാമിലി ലൈഫ് അല്ലെങ്കിൽ പ്രണയ ജീവിതത്തിലൊക്കെ സത്യസന്ധമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുന്നു എന്നുള്ളതും 6 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 6 ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് സിസ്റ്റം ചുറ്റുമുള്ളവർ ഒത്തിരി സഹകരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ ഒരു മാസം അവസാനത്തിലേക്ക് വരുന്നത്. അത് ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഇനി ചില ആളുകളിൽ നിങ്ങളെ മുതലെടുക്കുന്നത് അവർക്ക് സ്വയം മനസ്സിലായിട്ടുണ്ടാവാം ഇതുവരെ ചെയ്തിരുന്നത് ശരിയല്ല എന്നുള്ളത്. നിങ്ങളത് വ്യക്തമായിട്ട് അവരിലേക്ക് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സ്ട്രെങ്ത് ചില ആളുകളിലുള്ള സമയമാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സ്ട്രെങ്ത് വരുന്ന ഒരു എനർജി, എക്സ്ട്രാ നമ്മൾ പിത്ത ശരീരത്തിലൊക്കെ ഉള്ളവർക്ക് ഹീറ്റ് അല്ലെങ്കിൽ ശരീരത്തിൽ ചൂട് കൂടുതലുള്ളൊരു സമയം, വെയിൽ അല്ലെങ്കിൽ സൂര്യൻ കൂടുതലുള്ള സ്ഥലത്ത് സണ്ണി ആയിട്ടുള്ള ഏരിയാസിൽ താമസിക്കുന്നവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊന്നും നന്നായിരിക്കും. ചൂട് കൂടുതൽ പിത്ത ശരീരമുള്ളവർക്കാണെങ്കിൽ എക്സസ് പിത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരീരം സൂക്ഷിക്കുന്ന, ഇപ്പോൾ സൂര്യൻ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ ആസ്ട്രോളജി ബേസിസിൽ നല്ല ആരോഗ്യപരമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാരേജ് സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ചിലവാണ് കാണിക്കുന്നത്. ഈ ഒരു ചിലവെന്ന് പറയുന്നത് നിങ്ങൾ അടുത്തിടയ്ക്ക് ചിലവാക്കുന്നതിൽ വച്ച് നോക്കുമ്പോൾ ഒത്തിരി അധികം ചിലവ് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അത് വെറുതെ അത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്.
നഷ്ടമായിട്ടല്ല. അപ്പോൾ ചിലപ്പോൾ വിവാഹത്തിലേക്കുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിവാഹത്തിലേക്കുള്ള സാധ്യതയാവാം പുത്രി സാമ്പത്തികമായിട്ട് ചിലവാക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ അതേസമയം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് വിവാഹമായിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.